അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1/z എന്ന് പറയുന്ന മാപ്പിംഗ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ 1/z എന്ന മാപ്പിംഗ് പറയുന്നതിന് മുന്നേ പഠിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² + by² + 2gx + 2fy + d = 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ, അങ്ങനെയുള്ള സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ -g - f ആണ്. അതുപോലെ റേഡിയസ് എന്ന് പറഞ്ഞാൽ g² + f² - d ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ x² + y² + 2x - 4y + 3 = 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2g ആണ് 2. സോ g എന്ന് പറഞ്ഞാൽ എന്താ? 2g = 2 ആണെങ്കിൽ g = നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സിമിലർലി 2f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y യുടെ കൂടെയുള്ള ടേം എന്താ? -4. സോ f = -2. ദാറ്റ് മീൻസ് സെന്റർ എന്താ? സെന്റർ എന്ന് പറയുന്നത് -g ആണ്. -g എന്ന് പറഞ്ഞാൽ -1 -f ആണ്. -2 എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് -1 2 ആണ് എന്ത് വരിക? സെന്റർ വരിക. അതുപോലെ അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റേഡിയസ് r = √g². g എന്ന് പറഞ്ഞാൽ 1² + -2 whole square. That means 4 - d യുടെ വാല്യൂ എത്രയാണ്? d യുടെ വാല്യൂ +3 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ തന്നാൽ അതിന്റെ സെന്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം. സോ ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ ഫോം കമ്പയർ ചെയ്യാം, അതവിടെ ഓർത്ത് വെക്കാം. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ഇമേജ് ഓഫ് mod z - 2i = 2 അണ്ടർ ദി മാപ്പിംഗ് f of z = 1/z. അപ്പൊ ഇങ്ങനെ തരുന്ന സമയത്ത് ആദ്യം എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുക. എന്താ ഇൻപുട്ട് എന്ന്? mod z - 2i = 2 എന്ന് പറയുന്ന ഒരു കർവാണ്. ആ കർവ് നമുക്കറിയാം. mod z - z0 = r എന്ന് പറയുന്നതിന്റെ ജനറൽ ഫോം ശരിക്കും എന്താണ്? ഒരു സർക്കിൾ ആണ് വിത്ത് സെന്റർ അറ്റ് z0 ആൻഡ് റേഡിയസ് r. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ് mod z - z0 = r എന്ന് എവിടെ കണ്ടാലും അപ്പൊ തന്നെ മനസ്സിലാക്കുക അതിന്റെ സെന്റർ 2iലുള്ള റേഡിയസ് r ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ 2 ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സർക്കിളിന് നമ്മളെ f of z = 1/z എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും? അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കും, എന്നിട്ട് ഇൻപുട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ ഈ കേസിൽ 1/z എന്ന് പറയുന്ന മാപ്പിംഗിന്റെ കേസിൽ മാത്രം ഞാൻ ഇപ്പൊ പറയുന്ന പോലെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ f of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? w that is equal എന്താണ് വരിക? 1/z ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന പരിപാടി ഒന്ന് മാറ്റുന്നു. നമുക്ക് നേരത്തെ സാധാരണ രീതിയിൽ ചെയ്യുന്നുണ്ടോ? ഇൻപുട്ടിലെ ഇക്വേഷന നമ്മുടെ ഫംഗ്ഷനിലെ റിയൽ പാർട്ടിലും ഇമാജിനറി പാർട്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമ്മൾ പകരം ചെയ്യുന്നത് ഇൻപുട്ട് ഈ രൂപത്തിലാണെങ്കിൽ സെറ്റിന്റെ ഫോമിൽ തരുന്ന ഇക്വേഷനും ഫംഗ്ഷൻ 1/z ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാം. സെറ്റിന് ഇൻ ടേംസ് ഓഫ് ഡബ്ല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഡബ്ല്യു നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ഡബ്ല്യൂയിലുള്ള z വാല്യൂ ഇൻപുട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യും. ഇതാണ് നമ്മൾ 1/z കേസിൽ ഈ രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ mod z - 2i = 2 എന്ന് പറയുന്ന കേസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. അല്ലാണ്ട് ജനറൽ ആയിട്ട് w = 1/z ആണെങ്കിലും തുടക്കത്തിൽ നമ്മൾ z = 1/w ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സ് എല്ലാവരുടെയും സെയിം ആണ്. ഓക്കെ, സോ നമ്മൾ w = 1/z ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? z നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, മീൻസ് ഇങ്ങോട്ടേക്ക് എടുക്കാം, w എന്ത് ചെയ്യാം? താഴെ എടുക്കാം. സോ എന്ത് വരും? z = നമുക്ക് എന്ത് കിട്ടി? 1/w എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് mod z - 2i = 2 ആണ്. ഇവിടുത്തെ z വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? 1/w കൊടുക്കാലോ. സോ ഇതെന്തായിട്ട് മാറും? 1/w - 2i = 2 ആണ്. ദെൻ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എന്താ? 1 - 2i × w divided by mod w that is equal to 2. Okay,
മോഡ് ഡബ്ല്യു നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മോഡ് 1 മൈനസ് 2i ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് ഡബ്ല്യു. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, യുയിലും വിയിലും ഉള്ള ഇക്വേഷൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ വന്നു. പക്ഷെ ഇവിടെ യുവും വിയും ഇൻട്രൊഡ്യൂസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി കൊടുക്കണം. എന്താണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെന്ന് എനിക്ക് അറിയാം. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് സെഡ് ആണ്. അതിന്റെ വാല്യൂ എന്തിന് തുല്യമാണ്, യു പ്ലസ് ഐ വിക്ക് തുല്യമാണ്. അത് നമുക്ക് അറിയുന്നതാണ്. സോ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഡബ്ല്യുവിന് പകരം ഇവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, സോ 1 മൈനസ് 2i ഇൻറ്റു യു പ്ലസ് ഐ വി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് യു പ്ലസ് ഐ വി. ഓക്കെ, രണ്ട് സൈഡും മോഡ് എടുക്കുമ്പോൾ നമുക്കറിയാം കോംപ്ലക്സ് നമ്പറിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ z ആണെങ്കിൽ മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ മോഡ് എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് മോഡ് വരുമ്പം റൂട്ട് വരുന്നത് കൊണ്ട് ആ റൂട്ടിൽ ഒഴിവാക്കാൻ രണ്ട് സൈഡും എന്തായാലും റൂട്ട് ഉണ്ടാവും. അപ്പൊ റൂട്ട് വരുമ്പോൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ റൂട്ടിന്റെ ആ ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് സ്ക്വയർ ചെയ്തേക്കാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ, നമുക്ക് എന്താ വരും 1 മൈനസ് 2i ഇൻറ്റു യു പ്ലസ് ഐ. ഇതിനൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതിന് ഇതിൻ്റെ ഒരു കോംപ്ലക്സ് ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ 1 മൈനസ് 2i ഇൻറ്റു യു 2i ഇൻറ്റു ഐ വി മീൻസ് ഐ ഇൻറ്റു ഐ എന്താ, ഐ സ്ക്വയർ ദാറ്റ് ഇസ് -1. ആ -1ഉം ഇവിടെയുള്ള നെഗറ്റീവ് 2 കൂടെ എന്താ പ്ലസ് 2 ഇൻറ്റു എന്തായിട്ട് മാറി 2b ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ 2ന്റെ കാര്യം മറന്ന പോലെ 2 ഇൻറ്റു മോഡ് യു പ്ലസ് ഐ വിനെയാണ് ഞാൻ സ്ക്വയർ ചെയ്യുന്നത്. സോ അതെന്തായിട്ട് മാറും 4 ഇൻറ്റു മോഡ് യു പ്ലസ് ഐ വി ഹോൾ സ്ക്വയർ. മോഡ് യു പ്ലസ് ഐ വി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ശരിക്കും. ഇപ്പൊ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ മോഡ് എഫ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, ഇവിടെ ഈ രൂപത്തിൽ വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സംഭവത്തിന് മോഡ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, ഡിസ്റ്റൻസ് ശ്രദ്ധിക്കാം, ഇപ്പൊ എന്തായിരിക്കും വരിക 4 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, കാരണം എന്താ, മോഡ് യു പ്ലസ് ഐ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, അപ്പൊ ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് അതെന്തായിട്ട് മാറും, ആ റൂട്ട് തന്നെ ക്യാൻസൽ ആവും. സിമ്പിൾ ആയിട്ട് എന്ത് വരും, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് മാത്രം വരും. ദെൻ ഇപ്പുറത്തെ ഭാഗം നോക്കുക, ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്താ വരിക, 1 പ്ലസ് 2v പ്ലസ് ഐ ഇൻറ്റു, ശ്രദ്ധിക്കുക ഞാൻ അതിനൊരു റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ആ രൂപത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. സോ ഐ ഇല്ലാത്ത ടേം 1 പ്ലസ് 2v പ്ലസ് ഐ ഇൻറ്റു മൈനസ് 2u എന്ന് വരും. ഓക്കെ, ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഗൈൻ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 2v ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2u, അതല്ല ഇമാജിനറി പാർട്ട്. അത് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ദാറ്റ് മീൻസ് ഇതെന്താവും 1 പ്ലസ് 2v ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എക്ക് പകരം 1, ബിക്ക് പകരം 2v. സോ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു 1 ഇൻറ്റു 2v. ഓക്കെ, 2v പ്ലസ് 2v ഹോൾ സ്ക്വയർ മീൻസ് 4v സ്ക്വയർ പ്ലസ് മൈനസ് 2u ഹോൾ സ്ക്വയർ. നെഗറ്റീവ് സംഖ്യനെ സ്ക്വയർ ചെയ്താൽ അതെന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഇവിടെ വരിക പോസിറ്റീവ് 4u സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 ഇൻറ്റു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ അല്ല എന്ന് വെച്ചാൽ എന്താ, സിമ്പിൾ ആയിട്ട് 4u സ്ക്വയർ പ്ലസ് 4v സ്ക്വയർ. ഇനി നോക്കാം, ഇവിടെ ഒരു 4v സ്ക്വയറും 4u സ്ക്വയറും ഉണ്ട്. അതുപോലെ RHS എന്തുണ്ട്, ഒരു 4v സ്ക്വയറും 4u സ്ക്വയറും ഉണ്ട്. സോ ആ പറഞ്ഞിരിക്കുന്ന ടേംസ് ജസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. റിമൈനിങ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ, 1 പ്ലസ് 2 ഇൻറ്റു 2v മീൻസ് 4v. സോ 1 പ്ലസ് 4v ഈക്വൽ ടു 0. നമ്മുടെ ലക്ഷ്യം എന്താ, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിലും വിയിലും ഉള്ള ഒരു റിലേഷൻ കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണ്. ഇതെന്താ ശരിക്കും ഇത് കിട്ടാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ v ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 4v ഈക്വൽ ടു -1 ആണ്. 4v ഈക്വൽ ടു -1. സോ v ഈസ് ഈക്വൽ ടു
4 കൊണ്ട് എന്ത് ചെയ്യാം, രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും, v is equal to -1/4. y equal to കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് കർവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. y equal to കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ v is equal to -1/4 എന്ന് പറഞ്ഞാൽ -1/4 എന്താ, ഒരു കോൺസ്റ്റന്റ് ആണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്ലെയിനിലെ അല്ലെങ്കിൽ w പ്ലെയിനില് എന്താണ്, y എന്നതിന് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പൊ v is equal to -1/4 എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് കർവ് വരിക, ആ ഇമേജ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു ലൈൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. v is equal to -1/4 ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ. സോ ആ ലൈൻ എവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ u, ഇവിടെ v ആണ്. സോ v is equal to -1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഇങ്ങോട്ടൊക്കെ പോസിറ്റീവ് ആയിരിക്കും, ഇതിന്റെ താഴോട്ടൊക്കെ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ എവിടെയോ ആണെന്നുണ്ടാവുക -1/4. അപ്പൊ v ഫിക്സഡ് ആണ്, u വേരി ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ത്, v is equal to -1/4 എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മോഡ് z-2i is equal to 2 എന്ന് പറയുന്ന, അതായത് 2i സെന്റർ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞ ഇൻപുട്ട് എന്താ വരിക, 2i എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം 0 + 2i ആണ്. അത് 0-2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ 0-2 എന്ന് പറയുന്ന പോയിന്റിന് എത്ര ഡിസ്റ്റൻസ്, 2 ഡിസ്റ്റൻസ്, അതായത് റേഡിയസ് 2 ആയിട്ട് വരുന്ന ഒരു സർക്കിള് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന എന്താ, v is equal to -1/4 എന്ന് പറയുന്ന ഒരു ലൈനാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അപ്പൊ ആലോചിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. 1/z എന്ന് പറയുന്ന മാപ്പിംഗില് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന എന്താ, z is equal to 1/w ഫോമിലേക്ക് എടുക്കുക. ആ സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഇൻപുട്ട് സെറ്റിന്റെ ഫോമിലാണെങ്കിൽ ഡയറക്റ്റ് സെറ്റിന് പകരം വാല്യൂ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ റിലേഷൻസ് വരും. അപ്പൊ രണ്ട് സൈഡ് മോഡൊക്കെ വരുമ്പോൾ ഇതൊക്കെ ജനറൽ മെത്തേഡാണ്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഈ റൂട്ടിൽ കൊണ്ട് കുറേ അങ്ങോട്ട് ബുദ്ധിമുട്ടും. എപ്പോഴും നമുക്ക് റൂട്ട്, ഫ്രാക്ഷൻ ഇതൊക്കെ എന്താണ് മാത്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഫാക്ടേഴ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയറിംഗ് പ്രോസസ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ഇൻഫിനിറ്റ് സ്ട്രിപ്സ്. രണ്ട് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് ഉണ്ട്. എന്താണ് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2. രണ്ടാമത്തത് 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 അണ്ടർ ദ മാപ്പിംഗ് w is equal to 1/z. ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്താണ്, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ലൈൻസിനിടയിൽ ബൗണ്ട് ചെയ്യുന്ന എന്താണ് റീജിയൻസിന്, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന റീജിയൻസിനെ നമ്മൾ എന്ത് വിളിക്കാം, ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് വിളിക്കാം. അപ്പൊ ഇൻഫിനിറ്റ് സ്ട്രിപ്പ് രണ്ട് രീതിയിൽ വരാം. ഒന്ന് y ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലും വരാം, അല്ലെങ്കിൽ x ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഇൻഫിനിറ്റ് സ്ട്രിപ്പ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. y ആക്സിസിന് പാരലൽ ആയിട്ട് വരുമ്പോൾ x equal to a എന്ന് പറയുന്ന ലൈനിനും x equal to b എന്ന് പറയുന്ന ലൈനിനും ഇടയിൽ വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മള് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് വിളിക്കുക. അതുപോലെ x ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നത് y equal to a എന്ന് പറഞ്ഞ പോയിന്റിനും y equal to b എന്ന് പറഞ്ഞ പോയിന്റിനും ഇടയിലുള്ള ഇൻഫിനിറ്റ് റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, y യുടെ വാല്യൂ 1/4 നും 1/2 നും ഇടയിലുള്ള ഒരു ഇൻഫിനിറ്റ് സ്ട്രിപ്പ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന x ആക്സിസിന് പാരലൽ ആയിട്ട് 1/4 ആണോ 1/2 ആണോ വലുത്, 1/4 ആണ് അല്ലെ. അപ്പൊ അത് ആദ്യത്തെ ലൈൻ ഏതായിരിക്കും, u അല്ലെങ്കിൽ y is equal to 1/4 എന്ന് പറയുന്ന ലൈൻ. ദെൻ അതിന്റെ മുകളിൽ വരുന്നതാണ് 1/2 എന്ന് പറയുന്ന ലൈൻ. സോ ഈ പറഞ്ഞിരിക്കുന്ന 1/4 നും 1/2 നും ഇടയിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ ആണ് നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത്, ഇമേജ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. അതാണ് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്ന 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന ഇമേജ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമ്മൾ ഈ ഇൻഫിനിറ്റ് സ്ട്രിപ്പിന് w is equal to 1/z എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ. അപ്പൊ തൊട്ട് പ്രീവിയസ് ആയ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു, w is equal to 1/z ഫോമിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, w equal to 1/z എന്ന് പറഞ്ഞ മാപ്പിംഗ് ആണെങ്കിൽ അത് നേരെ തിരിച്ചെടുക്കാം. z equal to 1/w ഫോമിലേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, യും ബിയും ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് കഴിഞ്ഞ ഇതിൽ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ജസ്റ്റ് w is equal to 1/z അസ്യൂം ചെയ്യുന്നു. സോ നമുക്കറിയാം z എന്ന് പറയുന്നത് എന്താ, z is equal to 1/w ആണ്. സോ z is equal to 1/w കിട്ടി. അപ്പൊ ഇനി ആലോചിച്ച് നോക്കാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 ആണ്. അപ്പൊ ഇവിടുന്ന് ഇമേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ
വൈയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. മീൻസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫംഗ്ഷന്റെ റിയൽ പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടാണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ആ പറഞ്ഞിരിക്കുന്ന ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, വൈയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയുള്ള മെത്തേഡ് എന്താ, 1/w എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ 1/u plus iv ആണ്. z എന്ന് പറഞ്ഞാൽ എന്താ x plus iv ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/u plus iv. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ y കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടുന്ന് y ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വൈയുടെ വാല്യൂ നമുക്ക് എന്തിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ആ y എന്തിന്റെ ടേമിൽ ഉണ്ടാവുക, യുടെയും വിയുടെയും വാല്യൂവിന്റെ ടേംസിലാണ് ആ y ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു റെഡ്യൂസ്ഡ് ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ഇമേജ് അതിന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ 1/u plus iv ഫോമിലാണ് വരുന്നതെങ്കിൽ, ഡിനോമിനേറ്ററിലാണ് ഒരു കോംപ്ലക്സ് നമ്പർ വരുന്നതെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ, അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിന് രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്യുന്നു, 1/u plus iv യുടെ കോൺജുഗേറ്റ് എന്താ, u minus iv ഉണ്ട്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, ഈ രൂപത്തിൽ വരും. ദെൻ ഡിനോമിനേറ്റർ നോക്കാം, എന്ത് വരും, u plus iv into u minus iv, a plus b into a minus b എന്തായിട്ട് വരും, that is equal to u minus iv divided by u square, a square minus b square അല്ലേ, u square minus iv whole square. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ടേം അതായത് x plus iv എന്ന് പറയുന്നത് നമുക്ക് iy എന്ന് പറയുന്നത് എന്തിനു തുല്യമായി, u minus iv divided by u square i square v square. i square എന്ന് പറഞ്ഞാൽ എന്താ, -1 ആണ്. സോ അത് പ്ലസ് ആയിട്ട് മാറും. സോ മൈനസ് എന്നുള്ളത് പ്ലസ് ആയി v സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വരും. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ u by u square plus v square. നമ്മള് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യാൻ പോകും അല്ല. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് വരും, പ്ലസ് i into minus v by u square plus v square എന്ന് എഴുതാലോ, തെറ്റില്ലല്ലോ. ഇതേ സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഐനെ അവിടെ തന്നെ വെക്കുന്നു, അതിന്റെ കൂടെ വരുന്ന മൈനസിനെ വിക്ക് കൊടുക്കുന്നു, കുഴപ്പമില്ലല്ലോ. സോ മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് വരും. ഇനി നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ a plus ib is equal to a plus ib is equal to c plus id വന്നു കഴിഞ്ഞാൽ ഈക്വൽ ആവണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, എന്താവണം, റിയൽ പാർട്ട് സെപ്പറേറ്റ്ലി ഈക്വൽ ആവണം, അതുപോലെ ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ്ലി ഈക്വൽ ആവണം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും എന്താണ്, x is equal to എന്ത് കിട്ടും, u by u square plus v square and y is equal to minus v by u square plus v square. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്ര വരെയുള്ള കാര്യങ്ങള് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് തരുന്ന പ്രോബ്ലത്തില് ജനറൽ ആയിട്ട് ഇത്ര വരെയുള്ള സംഭവങ്ങൾ ഒരേപോലെ തന്നെയാണ്, എല്ലാ പ്രോബ്ലത്തിലും ഒരേപോലെ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്ട്രിപ്പ് ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട് അല്ലെ, ഒന്ന് എക്സിന്റെ ഫോമിൽ വരാം അല്ലെങ്കിൽ വൈയുടെ ഫോമിൽ വരാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് എക്സിന്റെ ആണോ വൈയുടെ ആണോ എന്ന് ആദ്യം നോക്കാം. ഏത് ഫോമാണ്, വൈയുടെ ഫോമിലാണ് അല്ലെ, 1/4 ലെസ് ദാൻ y ആണ്. അപ്പൊ ഇവിടെ വൈയുടെ വാല്യൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഈ പറഞ്ഞിരിക്കുന്ന y വാല്യൂ എടുത്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ സപ്പോസ് ക്വസ്റ്റ്യൻ 1 ലെസ് ദാൻ x ലെസ് ദാൻ 2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂ വേണം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഒരു ജനറൽ കൺസെപ്റ്റ് പറഞ്ഞു പോകുന്നതാണ്, കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സ് ആയിരിക്കാം, അന്നേരം ഇത് കൺഫ്യൂഷൻ വരരുത്, ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. എക്സും വൈ എന്താ ഒരുപോലെയുള്ള രീതിയിൽ തൽക്കാലം ആലോചിക്കുക. അപ്പൊ വൈ ആണെങ്കിൽ ഇവിടുത്തെ വൈ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ആണെങ്കിൽ ഇവിടുത്തെ റിയൽ പാർട്ടിന്റെ വാല്യൂ എടുത്തിട്ട് അവിടുത്തെ എക്സിന് വാല്യൂ കൊടുക്കുക. ഇതാണ് മെത്തേഡ്. ഓക്കെ, സോ അപ്പൊ ഇത്ര വരെയുള്ള കാര്യങ്ങൾ നമുക്കായി. അപ്പൊ യുവും കിട്ടി, വിയും കിട്ടി, ഈ പറഞ്ഞിരിക്കുന്ന എക്സും കിട്ടി, വൈയും കിട്ടി. ദെൻ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 ആണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ഒരു റീജിയൻ 4 ലൈൻസിനെ ബൗണ്ട് ചെയ്യുന്നു വിചാരിക്കും. 4 ലൈൻസ് കൊണ്ട് അല്ലെങ്കിൽ 4 കർവ് കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കാം. ഔട്ട്പുട്ട് റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് റീജിയൻ എങ്ങോട്ടാണെന്ന് മാപ്പ് ചെയ്യുന്നതിന് പകരം നോക്കുന്നതിന് പകരം ഈ പറഞ്ഞിരിക്കുന്ന C1, C2, C3, C4 എന്ന് പറയുന്ന ബൗണ്ടറീസ്, അതിന്റെ ബൗണ്ടറി ആ മാപ്പിംഗ് എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കിയാൽ മതി പോരെ. കാരണം ഇപ്പൊ സപ്പോസ് C1
ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു കർവായി വിചാരിക്കുക. C2 ഇങ്ങനെയുള്ള ഒരു കർവായി വിചാരിക്കുക. അപ്പൊ C1 ഡാഷ്, C2 ഡാഷ്, അതുപോലെ C3 എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ഒരു കർവായിട്ടാണ് ഇമേജ് വരുന്നത് വിചാരിക്കുക. ഇതിനെ C3 ഡാഷ് എന്ന് വിളിക്കുന്നു. ദെൻ C4 സപ്പോസ് ഇങ്ങനെ വന്നു വിചാരിക്കുക. സോ C4 ഡാഷ്. അപ്പൊ ഇവിടെയുള്ള ഇതിന്റെ ഉള്ളിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇമേജ് കർവ് എവിടെയാണോ ബൗണ്ട് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലുള്ള റീജിയൻ ആയിരിക്കില്ലേ? സിമ്പിൾ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീജിയൻ, ഇതിന്റെ ഉള്ളിലത്തെ റീജിയൻ ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോ ഈ രീതിയിൽ ഒരു ക്ലോസ്ഡ് രൂപങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നിൽ കൂടുതൽ കർവുകൾ തമ്മിൽ ബൗണ്ടറി ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇൻപുട്ട് റീജിയൻ എങ്കിൽ ആ ബൗണ്ടറി ആയിട്ട് വരുന്ന ലൈൻസ് അല്ലെങ്കിൽ കർവ് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു മാത്രം നോക്കിയാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറിക്കോളും, അതിന്റെ ഉള്ളിലുള്ള റീജിയൻ ആ രീതിയിൽ ഇമേജ് വന്നോളും. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 ആണ്. അപ്പോ ഇതിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? 1/2 എന്ന് പറയുന്ന ലൈനാണ് അല്ലെ. അതായത് y = 1/2 ആണ് അപ്പർ ബൗണ്ടറി, y = 1/4 ആണ് ലോവറിൽ വരുന്ന ബൗണ്ടറി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അപ്പർ സൈഡും ലോവർ സൈഡും എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, അപ്പൊ ഇവിടുന്ന് ഞാൻ എടുക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബൗണ്ടറി കിട്ടിക്കഴിഞ്ഞാൽ ആ ബൗണ്ടറി എങ്ങോട്ടേക്കാണോ മാപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ ബൗണ്ടറിക്ക് ഇടയിലുള്ള റീജിയനും മാപ്പ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ എടുക്കുന്നു y = 1/4. ഓക്കെ, y = 1/4 എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കിയാണ്. അപ്പൊ y = 1/4 എന്ന് പറഞ്ഞാൽ yക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -v/u² + v² that is equal to 1/4. ഓക്കെ, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -4 × v that is equal to u² + v². ഇതിനെ ഒന്ന് ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരാം. സോ u² + v² -4v അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +4v that is equal to 0. ഏത് ഫോമിലേക്ക് വന്നു? ഞാൻ തൊട്ട് മുന്നേ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ax² ഓക്കെ by² + 2gx + 2fy + b = 0. ഇത് എവിടെ? ഇൻപുട്ട് പ്ലെയിനിൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് പകരം u കൊടുക്കുകയാണെങ്കിൽ u² + b × v² + 2gu + 2fv v that plus some d = 0 ഫോം വന്നാൽ അതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെന്റർ എന്ത് തന്നെയാണ്? -g -f റേഡിയസ് √g² + f² - d തന്നെയാണ്. അതിനൊന്നും മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ ഈ സംഭവം ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടണം? ഇതൊരു സർക്കിൾ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ a = 1 ആണ്, b = 1 ആണ്, 2g = എന്താണ്? 0 ആണ്. 2g ഉണ്ടോ ഇവിടെ? കാരണം എന്താ? യുടെ കോഎഫിഷ്യന്റ് ആണത് 2g. ഇവിടെ എന്തേ ഉള്ളൂ? 4v ആണ് അല്ലെ. അപ്പൊ 1 എന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. v² + v² പ്ലസ് എന്താവും? സം 2 × g × 0 എന്ന് കൊടുക്കാം. തെറ്റില്ലല്ലോ. 2 × g × 0 പ്ലസ് എന്ത് വരും? 2 × v അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 × g × 0 അല്ല, 2 × 0 × ആ ഫോമിലേക്ക് മാറ്റാം. 0 × u പ്ലസ് 2 × 2 × v പ്ലസ് 0 that is equal to 0. ഇതൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പോൾ 2gയുടെ സ്ഥാനത്തുള്ളത് 2 × 0 മീൻസ് g = എത്ര കിട്ടും? 0 ആണ്. 2 × 2 × v അത് മീൻസ് എന്താ പറയുക? 2f ന് പകരമുള്ളത് 4 ആണ്. മീൻസ് f = നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. സോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് is a circle with a center ഏതാ? -g -f. g ക്ക് പകരം എന്താ? g ക്ക് പകരം 0, f ന് പകരം 2 ആണ്. സോ -0 മീൻസ് 0 -2 ആണ് നമ്മുടെ എന്ത്? സെന്റർ ആയിട്ട് വരിക. റേഡിയസ് ഓഫ് r is equal to √g² 0² plus -2² 4. d യുടെ വാല്യൂ എത്രയാ? d എത്ര തന്നെയാണ്? d എന്ന് പറഞ്ഞാൽ 0 അല്ല, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആവില്ല, അതുകൊണ്ട് d 0 ആണ്. സോ -0 that is 2 എന്ന് വരും. അതായത് 0 -2 സെന്റർ ആയി 2 റേഡിയസ് ആയിട്ട് വരയ്ക്കുന്ന
സർക്കിൾ ആണ് എന്തിന്റെ ഇമേജ് y is equal to 1/4 ഇമേജ് ആയിട്ട് വരിക. Then അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. എന്താ വരിക? സോ നോക്കാം എന്താ വരിക എന്നുള്ളത്. നമുക്ക് വരുന്നത് y is equal to 1/2 ആവുമ്പം yക്ക് പകരം എന്താ ആ പറഞ്ഞ വാല്യൂ മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2. ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മൈനസ് 2v ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇൻറ്റു 1. ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് 2v റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ പ്ലസ് 2v ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യാം? ഇതുമായി കമ്പയർ ചെയ്യുന്നാൽ ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഏതാണ് ഇവിടെ ഈ കേസിൽ ജി എന്ന് പറയുന്നത് എന്താ 2v ആണ് അല്ലെ. ജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യുടെ ടേം ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്താ 2 × 0 × u ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ജിക്ക് പകരം 0 ആണ്. അതുപോലെ എഫിന് പകരം 2 എന്ന് പറയുന്നതിന്റെ പകുതി എത്രയാ 1. സോ സെന്റർ അറ്റ് 0 - 1. റേഡിയസ് ഓഫ് r is equal to root of എന്താ വരിക? എഫ് ജി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് ഡിയുടെ വാല്യൂ എന്ത് തന്നെയാണ് 0 ആയതുകൊണ്ട് -0 മീൻസ് r equal to 1. അപ്പൊ സെന്റർ 0 - 1 റേഡിയസ് 1 ഉള്ള ഒരു സർക്കിൾ ആണ് y equal to 1/2 എന്ന് പറയുന്നതിന്റെ ഇമേജ്. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന സർക്കിൾസ് ഒക്കെ നമ്മൾ വരക്കാൻ പോകും. അപ്പൊ നേരത്തെ സർക്കിൾ ഓർമ്മ വേണം. ഇസ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് 0 - 2 ആൻഡ് റേഡിയസ് 2 ആണ്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 0 - 1 സെന്റർ ആയിട്ടും 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. അപ്പൊ ഔട്ട്പുട്ട് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ് വരിക നോക്കാം. സോ ആദ്യം 0 - 2 ഇവിടെ -1 ഇവിടെ -2 എന്നൊരു പോയിന്റ് ആണ് വരിക. അപ്പൊ ഇത് ശരിക്കും എന്ത് പോയിന്റ് ആണ്? 0 - 1 ഇവിടെ എന്താ 0 - 2. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 2 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ലെങ്ത് ആയിട്ട് വരാം എന്നാലേ ഫിഗർ കിട്ടുള്ളൂ. സോ -1 0 സോറി 0 -1 0 -2 ആണല്ലോ. അപ്പൊ 0 - 1 1 റേഡിയസ് സെന്റർ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ രൂപത്തിൽ വരും. ഓക്കെ, ഇനി 0 - 2 2 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മുകളിലേക്ക് പോരാം, ഈ ഒരു സെന്ററിൽ മുട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സർക്കിള്. ഇത് രണ്ടാമത്തിന്റെ ഇമേജ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമ്മള് ഇൻഫിനിറ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രിപ്പിന്റെ ഈ റീജിയൻ അല്ല ബൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ സർക്കിളിനും ഇടയിലുള്ള റീജിയൻ മീൻസ് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം? ഇമേജ് ഓഫ് 1/4 ലെസ് ദാൻ y ലെസ് ദാൻ 1/2. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ സംഭവം എടുത്ത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ദെൻ ഇതുപോലെ രണ്ടാമത്തത് എങ്ങനെ ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് തുടങ്ങിത്തരാം, നോക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കാരണം അപ്പൊ പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ ടൈമില്ലാണ്ടായിപ്പോ. അതുകൊണ്ട് ഒന്നാമത്തത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ അതുപോലെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ എന്തായാലും പറഞ്ഞുതരും ഈ ഒരു പ്രോബ്ലം കൂടി. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2. ഇവിടെയും 1/z ബേസിൽ തന്നെ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത ഈ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താ? u ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ y is equal to -v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇത് അത്ര വരെയുള്ള കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എന്താണ്? സെയിം ആണ്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന കേസ് എടുക്കുക. എന്തൊക്കെയാണ്? ഒന്ന് y equal to 0. ഇതേതാണ് സ്ട്രിപ്പ് ആദ്യം മനസ്സിലാക്കുക. y equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? എക്സ് ആക്സിസ് ആണ്. y equal to 0. ദെൻ y equal to 1/2. അതിന് തൊട്ട് മുകളിലുള്ള ഒരു കർവാണിത് y equal to 1/2. ഇതിനിടയിൽ വരുന്ന റീജിയൻ ആണ് നമ്മുടെ റീജിയൻ ആണല്ലോ. ഓക്കെ, സോ അവിടെ y equal to 0 അങ്ങോട്ടേക്ക് പോകും നോക്കാം. y equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -v ബൈ u square plus v square equal to 0. Okay, that means -v is equal to ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെന്നെയാണ് വരിക? 0 തന്നെയല്ലേ. മീൻസ് സിമ്പിൾ ആയിട്ട് എന്താ? v equal to 0 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലൈൻ വരും. ഓക്കെ, y 0 ആകുമ്പോൾ v എന്ത് തന്നെയാണ് വരിക? 0 തന്നെയാണ് വരിക. ദെൻ രണ്ടാമത്തത് y is equal to 1/2. y is equal to 1/2 വരുമ്പോൾ -v
ബൈ എന്ത് വരും യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2. ഇതിനെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 2v is equal to u square plus v square, that is u square plus v square plus 2v equal to 0. നെഗറ്റീവ് 2 നെ അപ്പുറത്തേക്ക് എടുക്കാം. സോ ഇതും നേരത്തെ സർക്കിൾ ആയിട്ട് കമ്പയർ ചെയ്താൽ ജിയുടെ വാല്യൂ എത്രയാണ് 0 ആണ്, എഫിന്റെ വാല്യൂ എത്രയാണ് -1 ആണ്. സോറി എഫിന്റെ വാല്യൂ 1 വരും, എഫിന്റെ വാല്യൂ 1, ഡിയുടെ വാല്യൂ 0. സോ സെന്റർ എത്രയാണ് സെന്റർ 0 -1, റേഡിയസ് എന്ത് തന്നെയായിരിക്കും r equal to 1 തന്നെയായിരിക്കും. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒന്ന് എന്താണ് v equal to 0, രണ്ടാമത്തത് ഈ പറഞ്ഞ 0 -1 സെന്റർ ആയിട്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ, ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എന്തായിട്ട് വരിക നമ്മുടെ ഇമേജ് ആയിട്ട് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ റീജിയൻ. ഇനി ഇതേ ക്വസ്റ്റ്യൻ സപ്പോസ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് കൂടെ തന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മൂന്നാമത്തെ സ്ലിപ്പ് സി സപ്പോസ് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും ഈ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 1/4, എക്സിന്റെ വാല്യൂ നമുക്കറിയാം, സെയിം സ്റ്റെപ്പ് ആണ്, അതിലൊന്നും വ്യത്യാസമില്ല. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 4 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, ദാറ്റ് ഈസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് 4u ഈക്വൽ ടു 0. വി അല്ല യു ആണ്. അപ്പൊ ഇവിടെ ജി ഈക്വൽ ടു നമുക്ക് എന്ത് വരും കമ്പയർ ചെയ്ത് ജി ഈക്വൽ ടു -2, -4 2g ആണ്. സോ ജി ഈക്വൽ ടു -2 വരും, എഫ് ഈക്വൽ ടു എന്ത് വരും 0 എന്ന് വരും. സോ -2 0 സെന്റർ, റേഡിയസ് എന്താ വരിക 2 ആണ്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തത് എക്സ് ഇസ് ഈക്വൽ ടു 1/2 വരുമ്പോൾ നമുക്ക് കിട്ടാം എന്താണ് -1 0, അതുപോലെ r 1 ആണ്. സർക്കിൾ വരുന്നത് ഏത് ഫോമിലാണ് വരിക, സർക്കിൾ എന്ന് പറയുന്നത് -1 0 ഇവിടെ വരും, -2 0 ഇവിടെയും വരും. സോ ഇവിടുന്ന് 2 റേഡിയസ് ഉള്ളത്, ഇവിടുന്ന് 1 റേഡിയസ് ഉള്ളത്, അതിന്റെ ഇടയിലുള്ള റീജിയൻ. ഇതാണ് നമ്മുടെ എന്ത് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2 എന്ന് പറയുന്നതിന്റെ ഇമേജ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ രണ്ട് കേസിലും നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ 1/z നെ 1/w ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ അതിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി കണ്ടുപിടിക്കും. അത് തന്നിരിക്കുന്ന സ്റ്റെപ്പില് എക്സ് ആണെങ്കിൽ എക്സിന് പകരം യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ കൊടുക്കും, y ആണെങ്കിൽ -v ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എടുക്കും. അവിടെ രണ്ട് ബൗണ്ടറി ആക്കി സ്പ്ലിറ്റ് ചെയ്യും, അവിടെ സിംപ്ലിഫൈ ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കാണ് ഫിക്സഡ് പോയിന്റ്. ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആവുന്ന പോയിന്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഫിക്സഡ് പോയിന്റ്. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് സെഡ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അതേ പോയിന്റിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് എഫ് ഓഫ് 1 ആവുന്നുണ്ടെങ്കിൽ 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിളിക്കാം ഫിക്സഡ് പോയിന്റ് ആയിട്ട് വിളിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ഫിക്സഡ് പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ നോക്കാം. ഫൈൻഡ് ദ ഫിക്സഡ് പോയിന്റ്സ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, find the fixed point of the following. എന്തൊക്കെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ്, രണ്ടാമത്തത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ, മൂന്നാമത്തത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ പവർ സെഡ്, നാലാമത്തത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 4z പ്ലസ് 2. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡിന്റെ ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെഡ് എന്ത് തന്നെയാണ് സെഡ്. സോ സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. എന്ന് വെച്ചാൽ എന്താ ഏത് വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും
നമുക്ക് ആ സെറ്റിന് തിരിച്ചു കിട്ടും. അതായത് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിന്റെ ഏത് വാല്യൂ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? അതേ പോയിന്റ് തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടുന്ന പോയിന്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഫിക്സഡ് പോയിന്റ് എന്ന് വിളിക്കാം. അപ്പൊ ആ ഫിക്സഡ് പോയിന്റ് ആയിട്ട് വരുന്ന വാല്യൂസ് ഒക്കെ എന്താണ്? എൻറ്റയർ കോംപ്ലക്സ് നമ്പേഴ്സ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് കംപ്ലീറ്റ് ആണ്. ഇപ്പൊ ഫിക്സഡ് പോയിന്റ് എഫ് പി ഇസ് ഈക്വൽ ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ദെൻ ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ആലോചിക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ബി എന്ന് പറഞ്ഞ പ്രോബ്ലം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? സെഡ് സ്ക്വയർ. അപ്പൊ ഫിക്സഡ് പോയിന്റ് ഇക്വേഷൻ എന്താ? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ്. അപ്പൊ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് സെഡ് സ്ക്വയറിന് പകരം വാല്യൂ കൊടുക്കുക. സെഡ് സ്ക്വയർ ഈക്വൽ ടു സെഡ് മീൻസ് സെഡ് സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0. അതായത് സെഡ് ഇൻറ്റു സെഡ് കോമൺ അല്ല, പുറത്തെടുക്കുക. സെഡ് ഇൻറ്റു സെഡ് മൈനസ് 1 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 0 ആണെങ്കിൽ അതൊക്കെ 0 ആണ്. സോ ഒന്നിക്ക് സെഡ് ഈക്വൽ ടു 0 ഓർ സെഡ് ഈക്വൽ ടു 1. അപ്പൊ എന്ത് കിട്ടി? രണ്ട് ഫിക്സഡ് പോയിന്റ്. സോ ഈ കേസിൽ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 0 ആൻഡ് 1. കാരണം അത് മാത്രമാണ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദെൻ ഇവിടുത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇ പവർ സെറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇ പവർ സെറ്റ്. അപ്പൊ ഇവിടെ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെഡ്, ദാറ്റ് ഈസ് ഇ പവർ സെറ്റ് ഈക്വൽ ടു സെറ്റ്. ഇ പവർ സെറ്റ് എപ്പോഴും സെറ്റ് ആവും? പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇ പവർ സെറ്റ് ആവണമെങ്കിൽ കോസ് എക്സും സൈൻ എക്സും എന്താവണം? എക്സിന് തുല്യമാവണം. അങ്ങനെ ഒരു കേസ് നമുക്ക് ഒരിക്കലും വരുന്നില്ല. സോ നമുക്ക് അറിയുന്നതാണ്, സിൻസ് e power z cannot be equal to z, which implies e power z has no fixed point. So fixed point ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആണ് ഇത് ഇവിടെ f of z equal to z. ഇനി നാലാമത്തത് f of z equal to എന്ത് വരും? z square plus 4z plus 2. അപ്പോൾ f of z equal to fixed point എന്ന് പറഞ്ഞാൽ എന്താ? f of z equal to z എന്ന് പറയുന്ന ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? z square plus 4z plus 2 that is equal to z, that is z square plus 3z plus 2 equal to 0. then ഇതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് നോക്കുക. എന്താ വരിക? z equal to -3 plus or minus root b square 9 minus 4 into 2 divided by 2. that is നമുക്ക് കിട്ടും -3 പ്ലസ് ഓർ മൈനസ് എന്താവും? 1 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 1/2. നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്നിക്കല് -4/2 മീൻസ് -2 ഓർ -3 plus 1 -2/2 ഓർ -1. സോ രണ്ട് ഫിക്സഡ് പോയിന്റ് ഏതൊക്കെയാണ്? -2 ഉം -1. ദെൻ അഞ്ചാമത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? f of z equal to z conjugate, that means z equal to z conjugate. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ഇല്ലാന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. z ന് പകരം എന്തെടുക്കാം? x plus iy is equal to എന്ത് വരും? x minus iy. രണ്ട് സൈഡും എന്തുണ്ട്? x ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്യാം. സോ iy is equal to -iy അല്ല, -iy ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? iy plus iy എന്താണ്? 2iy is equal to 0. 2i ഒരിക്കലും 0 ആവില്ല. ഓൺലി പോസിബിലിറ്റി എന്താണ്? y equal to 0. y equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്. എന്താണ്? x ആക്സിസ്. സോ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് z കോൺജുഗേറ്റിന്റെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ ആക്സിസ് ആണ്? x ആക്സിസിലുള്ള കംപ്ലീറ്റ് പോയിന്റ്സും വരും. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ, സപ്പോസ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ z+1 ആണെങ്കിലോ, f of z equal to z+1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് ഇക്വേറ്റ് ചെയ്യാം. z ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ക്യാൻസൽ ആവും. നമുക്ക് എന്ത് കിട്ടും? 1 equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അബ്സർഡ് റിസൾട്ട് ആണ്. ശരിയാണോ? അല്ല. സോ ഇറ്റ് ഹാസ് നോ ഫിക്സഡ് പോയിന്റ്സ്. അപ്പോൾ z+1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തില്ല? ഫിക്സഡ് പോയിന്റ് ഇല്ല. ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഇനി അടുത്ത നോക്കുന്നത് ഡിസ്കസ് ദി കൺഫോർമാലിറ്റി ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺഫോർമാലിറ്റി പറയുമ്പം ഒരു ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കൺഫോമൽ ആണ് എക്സെപ്റ്റ് ഏത് പോയിന്റ്, എഫ് ഡാഷ് ഓഫ് സെഡ് സീറോ ആവാത്ത എല്ലാ പോയിന്റിലും. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കൺഫോർമാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, അതിന്റെ ഡെറിവേറ്റീവ് ഏതൊക്കെ പോയിന്റാണ് സീറോ നോക്കുക. ആ പോയിന്റിലൊന്നും, അതായത് ഡെറിവേറ്റീവ് സീറോ ആവുന്ന പോയിന്റ്, ഇഫ് f dash of z is equal to 0, then f of z is not conformal at z. ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ z നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുന്നതായിരിക്കും, ഒരു പർട്ടിക്കുലർ പോയിന്റ്. f dash of z not equal to 0 ആണെങ്കിൽ f of z is not conformal at z not എന്ന് പറയാം. ഈ റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ആ റിസൾട്ടിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ തിയറം. വളരെ സിമ്പിൾ ആണ്, നോക്കാം. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആ സി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കാം. എന്താണ്, എഫ് ഓഫ് സെറ്റിന്റെ കൺഫോർമാലിറ്റി ഡിസ്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കാം. സാധാരണ റിയലിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എടുക്കാം, കാരണം അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് ഞാൻ ഇവിടെ തരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരും, 2z ആണ്. ഓക്കെ, അപ്പൊ 2z. അപ്പൊ കൺഫോർമൽ അല്ലാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സെറ്റ് എന്താവുന്ന പോയിന്റ്, 0 ആവുന്ന പോയിന്റ്, അതായത് 2z 0 ആവുന്ന പോയിന്റ്, അതായത് z equal to 0 ആവുന്ന പോയിന്റ്. അപ്പൊ z equal to 0 എന്ന് പറഞ്ഞ പോയിന്റ് ഫംഗ്ഷൻ എന്താവില്ല, കൺഫോമൽ അല്ല. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും z സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, കൺഫോമൽ ആണ്. ഓക്കെ, ദെൻ d എന്ന് പറയുന്ന d എന്താ, f of z is equal to z cube plus 4z square plus 1. f dash of z f dash of z is equal to നമുക്ക് എന്ത് വരും, 3z square plus 8z പ്ലസ് എന്താവും 1 0 ആണ്. അത് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, z ഇൻറ്റു z കോമൺ അല്ലേ, z ഇൻറ്റു 3z പ്ലസ് 8 is equal to 0. So z equal to 0 or z equal to minus 8/3. 3z plus 8 എന്താവണം, 0 ആവണം. എന്ന് വെച്ചാൽ 3z minus 8 ആവാം. സോ z is എന്തായിട്ട് വരും, minus 8/3. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന z ക്യൂബ് പ്ലസ് 4z സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റിൽ കൺഫോമൽ അല്ല, 0 എന്ന് പറഞ്ഞ പോയിന്റിലും minus 8/3 എന്ന് പറയുന്ന പോയിന്റിലും എന്തല്ല, കൺഫോമൽ അല്ല. ദെൻ അടുത്തത് f of z is equal to sin z. അപ്പൊ f of z is equal to sin z എന്ന് പറഞ്ഞാൽ എന്താണ്, f dash of z equal to 0 implies എന്ത് വരും, cos z is equal to 0. cos z 0 ആവണമെങ്കിൽ z ന്റെ വാല്യൂ എന്താവണം, z is equal to ഏതൊക്കെ വാല്യൂ വരുമ്പോഴാ, cos pi/2, cos എന്ത് വരും അടുത്ത വാല്യൂ, 3π/2, 5π/2. ഇങ്ങനെ pi/2ന്റെ ഓഡ് മൾട്ടിപ്പിളിലൊക്കെ cos എന്താണ്, 0 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് 2n plus 1. n equal to 1 കൊടുത്താൽ 3, 4, 5 എല്ലാം വരും. സോ അത് ജനറൽ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് 2n plus 1ഉം 2n minus 1ഉം എപ്പോഴും എന്തായിരിക്കും, ഓടാണ്. സോ 2n minus 1 മൾട്ടിപ്പിൾ ഓഫ് എന്ത് വരും, പൈ. ഈ പോയിന്റിലൊന്നും ഫംഗ്ഷൻ എന്തല്ല, നോട്ട് കൺഫോമൽ ആണ്. കാരണം ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ കാര്യം pi/2, പൈ അല്ല pi/2 ആണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം z equal to 2n minus 1 pi/2 for n equal to എന്ത് വരും, 1, 2, 3 etc. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിലൊന്നും ഫംഗ്ഷൻ എന്താവില്ല, കൺഫോമൽ ആവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതേ കേസ് മൈനസ് എടുത്താലും ഹോൾഡ് ചെയ്യും. സോ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ രൂപത്തിൽ അതെടുക്കുക. ദെൻ അടുത്തത് f of z equal to എന്താണ്, cos z ആണ്. സോ f dash of z equal to 0 implies നമുക്ക് എന്താ കിട്ടാം, sin z equal to 0. sin z എപ്പോഴൊക്കെ 0 ആവാ, sin 0, pi, 2π, 3π, അതായത് മൾട്ടിപ്പിൾ ഓഫ് എന്താണ്, നാച്ചുറൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. സോ z equal to
n pi where n belongs to integer. ഇവിടെയും n belongs to integer എന്ന് പറഞ്ഞാൽ മതി. സോ z equal to n pi ആവുന്ന പോയിന്റിൽ നിന്നും എന്തല്ല ഫംഗ്ഷൻ ഒന്നും എന്താവുന്നില്ല, കൺഫോമൽ ആവുന്നില്ല. അത് ഒഴികെയുള്ള ബാക്കി പോയിന്റ്, ഈ പോയിന്റ് മാത്രം കൺഫോമൽ ആവുന്നുണ്ട് എന്നല്ല, ഇതൊക്കെ f dash of 0 ആവുന്ന പോയിന്റ്സ് ആണ്. അവിടെ ഒന്നും ഫംഗ്ഷൻ എന്താവൂല, കൺഫോമൽ ആവൂല. അപ്പൊ ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്താവും, കൺഫോമൽ ആവും. ഇനി ഒരു ലാസ്റ്റ് ഒരു കൺസെപ്റ്റ് കൂടി മതിയാക്കാം. സോറി, ഒരു കൺസെപ്റ്റ് കൂടി ജസ്റ്റ് എന്ന് പറയാണ്. എൻറ്റയർ ഫംഗ്ഷൻ ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ, സി എന്ന് പറഞ്ഞ കോംപ്ലക്സ് പ്ലെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് അനലിറ്റിക് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കാം, എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് ഇൻ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. കോംപ്ലക്സ് പ്ലെയിൻ ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് പോയിന്റ് എടുത്താലും ഫംഗ്ഷൻ എന്താണ്, അനലിറ്റിക് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ എന്ന് വിളിക്കാം, എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ.